സർക്കാരിൻ്റെയോ ധർമ്മേന്ദ്ര പ്രധാൻ്റെയോ പേരെടുത്ത് വിമർശനങ്ങളില്ലായെങ്കിലും സാക്ഷാൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറും വിദ്യാർത്ഥികളോട് ചേർന്ന് നിന്നു. അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ആയിരക്കണക്കിന് പ്രമുഖരാണ് വിദ്യാർത്ഥികളുടെ സമരകാഹളത്തോട് ഐക്യപ്പെട്ടത്. ആദ്യം സച്ചിൻ്റെ വരികൾ. എൻ്റെ അച്ഛൻ ഒരു പ്രൊഫസറായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വഴികാട്ടിയുമായിരുന്നു. പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷേ തട്ടിപ്പ് നടത്തരുതെന്നാണ് ചെറുപ്പത്തിൽ അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്ന പാഠം. ഒരിക്കലും കുറുക്കുവഴികൾ തേടരുത് എന്നും അച്ഛൻ പഠിപ്പിച്ചു തന്നു എന്ന് സച്ചിൻ. സിസ്റ്റത്തിന്റെ വിശ്വാസം പുനഃസ്ഥാപിക്കാനായി ശരിയായ പരിഷ്കാരങ്ങൾ വേണമെന്ന് സാനിയ മിർസ. കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. അവരുടെ ശബ്ദം കേൾക്കേണ്ടതും അവരുടെ പ്രയത്നങ്ങളെ ബഹുമാനിക്കേണ്ടതുമാണെന്നും സാനിയ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അവ സഹാനുഭൂതിയോടെ കൈകാര്യം ചെയ്യണമെന്നും സ്വന്തം പാർട്ടിയോട് മുതിർന്ന നേതാവായ മുരളി മനോഹർ ജോഷിക്ക് പറയേണ്ടി വന്നു. യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ നിധി. അവരെ കേൾക്കൂ, അവരെ സംരക്ഷിക്കൂ, അവരെ ശാക്തീകരിക്കൂ. പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക. ബുധനാഴ്ച രാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് മനസ്സുകൊണ്ട് ചേർന്ന് നിന്ന സൽമാൻ ഖാൻ 24 മണിക്കൂർ കഴിയും മുൻപ് മറ്റൊരു പോസ്റ്റുമായി എത്തി. പരീക്ഷ അട്ടിമറിക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നും അതിനാൽ വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങണമെന്നും സമരക്കാർക്ക് ഉപദേശം. ഇത് വലിയ വിമർശനത്തിന് വഴിവെച്ചു. ആർജവത്തോടെ നിലപാട് പറഞ്ഞവരിൽ ഒരാൾ കരീന കപൂർ. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. കുട്ടികൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സംവിധാനം അവരർഹിക്കുന്നു. ആ ശബ്ദങ്ങളെ അവഗണിക്കാൻ പാടില്ല. കരീന. ഓരോ വിദ്യാർത്ഥിയുടെ പിന്നിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു കുടുംബത്തിൻ്റെ ആശകളുണ്ട്. ത്യാഗങ്ങൾ നിറഞ്ഞ യാത്രയുണ്ട്. അവർ പ്രതിനിധീകരിക്കുന്നത് അവരെ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്ന എല്ലാവരെയുമാണ്. ആലിയ ഭട്ട്. ഒന്നും മിണ്ടാതെ കുടുംബത്തോടൊപ്പം ലണ്ടനിൽ അവധി ആഘോഷിച്ച ഷാരൂഖ് ഖാനോട് നാട്ടിൽ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ടോ എന്ന് ആരാധകർ ചോദിച്ചു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന് നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണം. സോനാക്ഷി സിൻഹ, ഇമ്രാൻഖാൻ, നസറുദ്ദീൻ ഷാ, കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ സൽമാൻ, ഇന്ദ്രജിത് സുകുമാരൻ, ആസിഫ് അലി, ടൊവിനോ, പാർവതി തിരുവോത്ത്, റിമാ കല്ലിങ്കൽ, സിജു സണ്ണി, കാളിദാസ് ജയറാം, ജോജു ജോർജ്. ഇങ്ങനെ അണമുറിയാതെ നീണ്ടുപോകുന്നു സമരക്കാർക്കുള്ള പിന്തുണ. CJPക്ക് പിന്തുണയറിയിച്ചുള്ള പ്രമുഖരുടെ പ്രതികരണങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും അതിലേറ്റവും മനോഹരമായി തോന്നിയത് ജ്യോതികയുടെ പ്രതികരണമാണ്. ഒരമ്മ എന്ന നിലയിൽ തൻ്റെ മക്കളെ നിങ്ങളെപ്പോലെ വളർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും നാം ആണ് ഇന്ത്യ എന്ന് തെളിയിച്ചതിനും ഭയമില്ലാത്തവരാക്കി മാറ്റിയതിനും സമരക്കാർക്ക് നന്ദി. അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്. ഒരു പരിഹാസം, അതൊരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ നടത്തുന്ന വാചകങ്ങളാണെങ്കിൽ വാക്കുകളാണെങ്കിൽ അതിൻ്റെ വലിയ ബ്രോഡ്കാസ്റ്റിംഗ് സ്വഭാവമുണ്ടല്ലോ, എല്ലാവരിലേക്കും എത്തുന്നൊരു സ്വഭാവം ഉണ്ടാകും. വ്യക്തിപരമായി നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്ന വാചകങ്ങൾ, വാക്കുകൾ അത് വ്യക്തികൾക്കിടയിൽ മാത്രമായി ഒതുങ്ങിപ്പോകാറാണ് പതിവ്. അങ്ങനെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ